എടാ എനിക്കൊരു പൊക്കം കുറവല്ലടാ. പ്രശ്നം എന്താ വെച്ച് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അല്ല പൊക്കം കുറവല്ലല്ലോ നിന്നെ ചന്ദ്ര പെട്ടി കേറിട്ട് അതുകൊണ്ട് താഴെ അറിയാം. അന്ന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഒരു ആഗ്രഹങ്ങളാണ് ഇങ്ങനെ മനസ്സിലായില്ല. അതാണ് അവൻ അച്ഛൻ വിളിക്കുന്നത്. അതുകൊണ്ട് അണ്ണന് കുഴപ്പമൊന്നുമില്ല കേൾക്കുമ്പോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ ഇപ്പൊ കണ്ടവന്മാരെ അച്ഛൻ വിളിക്കുന്നപ്പോ ഞാനെന്ത് വേണം? സ്വന്തമായിട്ടുള്ള മോനല്ലല്ലോ. ചന്ദ്ര നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മുടെ അണ്ടി പ്രവർത്തിപ്പിക്കത്തില്ല. നമ്മൾ ഇന്നലെ ശബ്ദം എടുത്തോ, മനസ്സിലായോ? നീ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നോടാ? ഉണ്ടായിരുന്നു. അല്ല ഇവൻ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എനിക്ക് പെണ്ണില്ല. അണ്ണു ഗ്യാങ് ഹൗസില് അയ്യോ ഇതിപ്പോ അപ്പിടുമ്പോ മാത്രം അവന്മാര് കൂടെ വരത്തില്ല, ബാക്കി എല്ലാ സമയമാര് കൂടെ ഉണ്ട്. നല്ല ജീവനങ്ങ് പോയെന്റെ കമാൻഡോ സെറ്റപ്പാണ് കേട്ടോ. ബോയ്സ് കമാൻഡോ പറഞ്ഞോ. കമാൻഡോ എല്ലാരും ഉണ്ടായിരുന്നാ? ഞാൻ ആയിരുന്നോ നമുക്ക് പറയാതെ നമ്മളങ്ങനെ കമാൻഡോ ഇല്ല. നിങ്ങള് കമാൻഡോ നിങ്ങൾ ഫുൾ എൻട്രി ആണ് കേട്ടോ ഇവിടെ. കമാൻഡോ ഇവിടെ നിന്നിട്ട് എന്റെ പൊന്ന് കമാൻഡോസ് ധാരാ സോമൻ വളഞ്ഞഴിയാന്നോ? ഇല്ല അത് അലി സോമൻ എന്ത് വളഞ്ഞ വഴി വിളിക്കുന്നു. അപ്പം എന്റെ ശരീരത്തിനോ എന്താ ആപത്ത് സംഭവിക്കരുത്. സോമൻ വളഞ്ഞ എഴുതോ വരുന്നുണ്ട്. നിങ്ങൾക്ക് കേറണ്ട. വന്നല്ലോ ലവി വന്നല്ലോ. ലവി അല്ലത് സോമൻ വളഞ്ഞഴി. എനിക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ വേണം, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ വട്ടം നാരങ്ങ പോലെ ചുറ്റും വന്ന് നിൽക്കണം. ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ നിരന്ന് പുറകെ നിൽക്കണം, മനസ്സിലായോ? എനിക്കിപ്പോ പോന്നേലും ഒന്ന് വിളിച്ചാ മതി. വിളിച്ചാ അപ്പൊ വരും. അപ്പൊ 10 കേറി എന്തേലും പറഞ്ഞു കഴിഞ്ഞാ സെറ്റ്. എടാ ചന്ദ്ര, സത്യം പറഞ്ഞ ഞാൻ ആലോചിക്കോ, ഞാൻ ആരാ? അണ്ണു നമ്മളെ ആരാ? അല്ലാത്ത ജാതി ഓറ തന്നെ. ഫാദർ ഓഫ് ടിവിയെ. Who is father of TVA? നാളെ പിള്ളേരെ മുക്കി പഠിക്കും. Who is father of TVA? ഓ അത് ശരിയാണല്ലേ. അതെ. പിന്നെ അപ്പം ബാക്ക് ടു പൊസിഷൻ. ചന്ദ്രന്റെ മക്കളൊക്കെ വലുതായി വരുമ്പോ എടാ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം. ഈ മുടി തലയിട്ട് നടക്കുന്നവൻ സീരിയസ്ലി ആ മുടി ആ സാധനം മാറ്റേണ്ടതാണ്. തോർത്ത് നമ്മുടെ ഗാങ്ങിൽ ഇപ്പൊ എത്ര പേരുണ്ട്? ചന്ദ്ര ഈ റേഡിയോ കയറിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? അതിന്റെ മൈക്കിന്റെ ഒക്കെ സിമ്പിൾ ഉണ്ടല്ലേ മോൾ, കുഞ്ഞു സിമ്പിൾ, അതിന്റെ ഏറ്റവും ലാസ്റ്റ്. ഹലോ സാർ, ഈ നെയിം ഒന്ന് ഇടണം. ചെയ്യാൻ പറ്റും. അതായത് അണ്ണനിപ്പോ യൂസർ എന്ന പേര് കിടക്കുന്നുണ്ടാവുക. അപ്പൊ ജസ്റ്റ് സെറ്റിംഗ്സിന്റെ യുവർ നെയിം ഇൻ ഫ്രീക്വൻസി. മനസ്സിലായി. അപ്പം ഇവർക്ക് എപ്പോ വേണേലും ഇവിടെ ആക്സസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ ഇങ്ങനെ കേറി ഇങ്ങനെ നിക്കാം. ഞാൻ ഉള്ളപ്പോ ഞാൻ ഇറങ്ങുമ്പോ കൂടെ വരിക, ഞാൻ വരുമ്പോ കൂടെ നിക്കുക. മനസ്സിലായോ ചന്ദ്ര? വമ്പൻ സെറ്റപ്പ് ഏടാ നമ്മുടെ പിള്ളേരി. പിന്നെയാണ് അവര് ഇമ്പോർട്ട് ചെയ്യണം. അവര് ലൈക്ക് വെൽ ആംഡ് ആണ്. അതുപോലെ തന്നെ അവര് എല്ലാ മാർഷൽ ആർട്സും പഠിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവര് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമ്മള് ചേസ് ചെയ്ത് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോയില്ലേ പിള്ളേരെ രക്ഷപ്പെടുത്തിയത്? അതെ. അതൊക്കെ എന്റെ കോളായിരുന്നു ചന്ദ്ര. ഇന്ത്യ നമ്മുടെ സോമൻ വളഞ്ഞാഴി ഉണ്ടായിരുന്നു കൂടെ. സോമൻ കുഴപ്പമില്ല. അച്ചടക്കമില്ല കേട്ടോ. തിരിഞ്ഞൊന്ന് മാറി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എടാ നമ്മുടെ ഗാംഗിൽ ആനന്ദ മേളകൾ കുറച്ച് എത്ര പേരുണ്ട് നമ്മുടെ ഗാംഗിൽ ഇപ്പം? നമ്മുടെ ഗാംഗിൽ ഇപ്പൊ 35. അതല്ല സിറ്റിക്കകത്ത് ഇപ്പൊ 3500 പേര്. ചന്ദ്ര നമ്മുടെ ഗാംഗിലെ പിള്ളേർ എത്ര പേരുണ്ടെന്ന് സിറ്റിക്കകത്ത്? അതെ ഒരു സെക്കൻഡ് ആണോ? 10 പേരുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 ചെയ്യേണ്ട പരിപാടിയാണ്. ഇതാണ് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം. 14 പേരല്ലേ? ഇത് തോക്കൊക്കെ എടുത്ത് തന്നെ കണ്ണയും ചെയ്യുന്നത് നമ്മുടെ മെമ്പറാണോ? മെമ്പറാണ്. ഇല്ല കമാൻഡോസ് കൈ വെക്കണ്ട. സോറി പറഞ്ഞേ. സോറി
അണ്ണൻ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വേണ്ട വേണ്ട അണ്ണ അണ്ണ ഒന്ന് വരോ കാര്യം സംസാരിക്കാം. അണ്ണു പോട്ടാ അണ്ണു അണ്ണൂരെ അല്ലല്ല ചന്ദ്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ ആക്കുന്നത് ഞാൻ സ്വഭാവത്തിൽ ഒട്ടുമല്ല. പറ പിച്ചക്കാരന്റെ തത്ത കഴിവനെ നാട്ടെ പോലെ പിള്ളേരത്ത് പറഞ്ഞോണ്ടല്ലോ അവരെ കത്തിച്ചെറിയും കേട്ടാ. ഈ ചന്ദ്രനെ എടുത്തിട്ട് അടിക്കും അറിയോ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് ചെറുക്കണ്ടാരി അലീനെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടതാണോന്ന് അറിഞ്ഞൂടാ. ചന്ദ്രനെ ഇങ്ങനെ വലിയൊരു ചന്ദ്രനെ ഈ കെട്ടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടാന്നൊക്കെ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം മുട്ടതും നീ പൊട്ടിമുളയ്ക്കുന്നതും എന്നാ പിന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ ഞാൻ സമ്മതിക്കുന്നത്. മനസ്സിലായോ? എന്നും പറഞ്ഞിട്ട് എന്റെ ചെറുക്കന്റെ തലേ കയറിയിരിക്കുന്ന കാര്യം കറിയിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വളർത്തേക്കുന്നത് ഇപ്പോഴും നിന്റെ വിളിക്കാറുണ്ടോ നിന്നെ അലീനെ? വിളിക്കാറുണ്ടോ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ അണ്ണു, അങ്ങ് നടത്തിത്താ. എന്താ എനിക്കടി ഹലോ ഹലോ ചന്ദ്ര, എവിടെ ഉണ്ട്? ഞാൻ TDM. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ പിന്നെന്തോ എവിടെ ഉണ്ട്? TD അല്ലേ? ഞാൻ അങ്ങോട്ട് ആ ഓക്കെ. ചന്ദ്ര ഹലോ നീ ഇങ്ങോട്ട് നിന്നാണ്, ഇവളുടെ അടുത്തോട്ട് നിന്നാണ്. നേരെ നിക്കടാ. എടാ ചെറുക്ക ഇല്ലാത്ത കേട്ടോ നല്ലത്. അപ്പം ചന്ദ്ര നിനക്ക് അലീനെ ഇഷ്ടമാണോ ചന്ദ്ര? ഇല്ല. എന്നെ എന്തിനാണ് നടത്തി തരണ്ടേ അലീനെ? ഇഷ്ടമല്ലെന്നും പറഞ്ഞു ഇപ്പൊ നടത്തി തര എന്തോ നടത്തി തരണ്ടേ? ഇഷ്ടമാണ്. എടാ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാ ചോദിക്കുന്നേ? കല്യാണത്തിനെ പറ്റി ഞങ്ങള് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചിന്തിക്കാതെ പിന്നെ എന്ത് നടത്തി തരണ്ടേ? നടത്തിത്താന്ന് പറഞ്ഞ ആർക്കാ മുട്ടിക്കണേ ഇപ്പം? മോനാ തള്ളക്കാ? ചന്ദ്ര മാന്യമായ സംസാരം. എല്ലാരും അറിഞ്ഞില്ലേ ചന്ദ്ര? ഇല്ല എനിക്ക് ഇപ്പൊ സമയം, ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇപ്പൊ പ്രിപ്പയർഡ് അല്ല. അലീന ഞാൻ പറയട്ടെ, ഈ ആണുങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സിലായോ? ഇതൊരുമാതിരി ബൂസ്റ്റ് വാങ്ങിക്കുമ്പോ ടെന്നീസ് ബോൾ കിട്ടി ഫ്രീ കിട്ടിയ കണക്കത്തെ ഒരു സാധനത്തെ മുക്കിക്കൊണ്ട് വന്നിട്ട് കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലല്ല മോനെ, നീയല്ല ടെന്നീസ് ബോൾ, നീയല്ല. കൊറേ ആയല്ലോ നീ പറഞ്ഞിട്ട്. അപ്പൂപ്പാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അലീനെ ഇതിപ്പോ ഇവന് ഇഷ്ടമല്ല, ഇവന് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി നിർബന്ധിച്ച് കെട്ടിക്കാൻ പറ്റൂ? പറയണെങ്കി ഇപ്പം നടക്കോ ചന്ദ്ര? അങ്ങനല്ല, നിനക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല. ഇത് നിന്റെ കൊച്ചല്ല, പിന്നെ നീ എന്തിനാ ഇതിനെ ഏറ്റെടുക്കുന്നതാണ് ആലോചിക്കുന്നേ? അത് പിന്നെ പിള്ളേരിക്കുമ്പോ എല്ലാരും ചെയ്യോത്തെ ഇല്ല അങ്ങനെ നീ ബേക്കാണ്ടി ചെറുക്കനുണ്ടായിരുന്നല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഇതേ സമയം എന്നെ വന്നൊന്ന് കാണണം നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക്. ചവിട്ടി കൂട്ടി തെങ്ങിന് വളം എടുക്കണം. എടാ അതിപ്പോ എനിക്കൊരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ട് പോവാം. ഒരു സ്ഥലം പോവാൻ പറ്റൂല. ഇല്ല അല്ല എടാ, ഞാൻ പറഞ്ഞത് നിങ്ങളെന്താ കേക്കാത്തേ? നാളെ ഇതേ സമയം എന്നെ വന്ന് കാണണോന്ന്. ഇവിടെ ഒന്നും വരണ്ട, വേറെ സ്ഥലം. അന്ന് ഒരു സ്ഥലം വരെ ഇപ്പൊ പോണമായിരുന്നു. അർജന്റ് ഒരു കാര്യം, സ്റ്റേഷനിലല്ല ഒരു കാര്യം സംസാരിക്കാൻ. എടാ നിങ്ങൾ ഇവിടെ നിന്നോയേ,
അയ്യോ നാളെ സംസാരിക്കാം നാളെ സംസാരിക്കാം എടാ നിങ്ങളിവിടെ എടാ ഹലോ നിങ്ങളിവിടെ നിന്നോ ഞാൻ പോട്ടെ ரொம்ப ஆசைப்பட்டு സൂര്യ നിങ്ങൾ സിറ്റുവേഷനിൽ സംസാരിക്കാറില്ല വരുന്ന നാളെ ഒരു കാര്യം ചെയ്യാം പോയിട്ട് വരാവേ ലവി വിടിയോ പോയിട്ട് വരാം പോട്ടെ എടാ ലവി വന്നേ